ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ മീഥെയിനെ യൂസ്ഫുൾ പ്രൊഡക്റ്റുകളായിട്ട് ഉദാഹരണമായിട്ട് മെഥനോൾ പോലുള്ള പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു പുതിയ കാറ്റലിസ്റ്റ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ ഒരു മീഥെയിനെ മെഥനോൾ പോലുള്ള പ്രൊഡക്റ്റുകളാക്കി അല്ലെങ്കിൽ പോളിമർ പ്രൊഡക്റ്റുകളാക്കി മാറ്റാൻ പറ്റും എന്നാണ് സ്റ്റഡിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ മീഥെയിൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ബയോമെറ്റീരിയൽസ് ഒക്കെ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ആണ് മീഥെയിൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മീഥെയിൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, വളരെ സിവിയർ ആയിട്ട് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നതാണെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ അഗ്രികൾച്ചറൽ സോഴ്സിൽ നിന്ന് ലാൻഡ്ഫില്ലുകളിൽ നിന്ന് ഫോസിൽ ഫ്യൂൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ബയോമെറ്റീരിയൽസ് അതിൽ നിന്ന് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്യാസ് പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ മീഥെയിനെ നമുക്ക് മറ്റേതെങ്കിലും വാല്യുബിൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന മീഥെയിനെ നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് കുറക്കാൻ പറ്റും. അതേസമയത്ത് നമുക്ക് അതിനെ കൊണ്ട് ഒരു റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ മീഥെയിൻ കൺവേർഷൻ ഒരു ചാലഞ്ചിങ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മീഥെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അതായത് ഇതിൽ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുക അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക പറഞ്ഞാൽ നോർമലി നമുക്ക് അത്ര എളുപ്പമല്ല. ഈവൻ നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് മീഥെയിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഹൈ ടെമ്പറേച്ചേഴ്സും ഹൈ പ്രഷേഴ്സും വേണം. ഇത് വളരെ എനർജി ഇൻറ്റൻസീവ് ആയിട്ട് ഒരുപാട് എനർജി കൊടുത്തിട്ട് വേണം നമുക്ക് മീഥെയിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എക്കണോമിക്കലി ഫീസിബിൾ ആവണം എന്നില്ല. അപ്പോൾ ഇവിടെയാണ് MITയുടെ ടീം ഒരു ഹൈബ്രിഡ് കാറ്റലിസ്റ്റിക് അപ്രോച്ചുമായിട്ട് വന്നിട്ടുള്ളത്. അവര് ഒരു പുതിയ സിയോലൈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു എൻസൈം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഈ ഒരു മീഥെയിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ മീഥെയിനെ ഈ ഒരു സിയോലൈറ്റ് കാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് മെഥനോൾ ആക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോൾ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചുകൊണ്ട് മെഥനോളിനെ ഫോർമാൽഡിഹൈഡ് ആക്കി മാറ്റുകയും അതിൽ നിന്നും അതിൻ്റെ കൂടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാനുമാണ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഈ ഒരു കാറ്റലൈസ്ഡ് റിയാക്ഷനെ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ മീഥെയിനെ ആദ്യം മെഥനോൾ ആക്കി മാറ്റുവാണ്. അതിന് ഉപയോഗിക്കുന്നതാണ് സിയോലൈറ്റ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് യൂസ് ചെയ്യും. അതിനെ മെഥനോളിനെ ഫോർമാൽഡിഹൈഡ് ആക്കി മാറ്റുവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻസൈം ആൽക്കഹോൾ ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം യൂസ് ചെയ്യും. ഫോർമാൽഡിഹൈഡും H2O2 ഹൈഡ്രജൻ പെറോക്സൈഡുമാണ് ലഭിക്കുന്നതെന്ന് ഓർത്ത് വെക്കുന്നതാണ്. ഇത്തരത്തിൽ മീഥെയിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ സിയോലൈറ്റ് എന്താണെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു മീഥെയിന് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേണം. പക്ഷേ ഇവിടെ റൂം ടെമ്പറേച്ചറിലും ലോ പ്രഷർ കണ്ടീഷൻസിലും നമുക്ക് ഈ റിയാക്ഷൻസ് നടത്താൻ വേണ്ടി പറ്റും. അതുവഴി എനർജി കൺസംഷൻ കുറക്കാൻ വേണ്ടി പറ്റും. ഇത് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. ഓക്സിജൻ എയറിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ആവശ്യം നമുക്ക് തുടക്കത്തിൽ വരുന്നില്ല. പിന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വളരെയധികം സ്കെയിലബിൾ ആണ്. നമുക്കൊരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് ഇതിനെ സ്കെയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ഫോർമാൽഡിഹൈഡ് ഒരുപാട് കെമിക്കൽസും മെറ്റീരിയൽസും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഫോർമാൽഡിഹൈഡിന് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്ത് മേലൂര് ഈ ഒരു ടങ്സ്റ്റൺ മൈനിങ്ങുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ മധുരയിൽ അവിടെ ടങ്സ്റ്റൺ മൈനിങ്ങിന് വേണ്ടിയിട്ട് വേദാന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റ് ആണ് അവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് നമുക്ക് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.